ഞാൻ വേഗം പറയാണ്, കാരണം മടക്കയാത്ര പരലോക ചിന്ത രണ്ടും ചേർത്ത് പറയണം. മരിച്ചു ഒരാൾ, പെട്ടെന്ന് കാല് കെട്ടുക, താടി കെട്ടുക, അല്ലേ, തുണി കൊണ്ട് പിന്നെ പുതച്ചിടുക, പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് കുളിപ്പിക്കുക, പെട്ടെന്ന് നമസ്കരിക്കുക, വേഗം ഖബറിലേക്ക് കൊണ്ടുപോവുക. കൊണ്ടുപോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയുമത്രേ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണം. നല്ല മനുഷ്യന്റെ ആത്മാവ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നല്ല മനുഷ്യരാണെങ്കിൽ നമ്മളെ ആത്മാവ് എന്താ പറയാ? എന്നെ വേഗം കൊണ്ടുപോകണം. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പാത്തു വെക്കുന്നത്? ഓരോ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് 2 ദിവസം വെക്കണോ? പെട്ടെന്ന് കൊണ്ടുപോയിക്കോ. അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല, ഹറാമൊന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. വേഗം കൊണ്ടുപോവുക. അറബികളൊക്കെ ഓടല മയ്യത്തും കൊണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് ആ ധൃതിപ്പെട്ട് കൊണ്ടുപോകാന്നുള്ള ഹദീസിനെ സ്വീകരിക്കുകയാണ് അവര്. വേഗത്തിൽ നടക്കുകയാണ് ഓടുക എന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല, ആ രൂപത്തിലാ പോവുക. ഹറമിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങള്? അത്ര വേഗതയിലാ പോവുക. ഖബറിലേക്ക് നമ്മൾ വെക്കുമ്പോ ശരിക്കും മനസ്സിലാക്കണം, 6 അടി മണ്ണിൽ എന്നെയും നിങ്ങളെയും കിടത്തുമ്പോ, നമ്മുടെ വീട് ഇപ്പൊ എല്ലാവരുടെ വീടും നല്ല മോഡലായ വീടാ. ചെറിയ വീടാണ് എന്ന് തോന്നിയാലും റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടാവും. 2 ബെഡ്റൂമേ ഉള്ളൂ. ആളുകൾ പറയും 2 മതി, പക്ഷെ ഉള്ളത് കുറച്ച് സൗകര്യം വേണം. മുമ്പൊക്കെ 9 റൂം, 10 റൂമൊക്കെയാണ്. ഇപ്പൊ ആരുണ്ടാക്കുമ്പോഴും പറയും, ഏത് സാധാരണക്കാരനും പറയും, റൂമൊക്കെ ഒരു മിനിമം ഒരു 12 വേണം. അങ്ങനെയല്ല നമ്മളെ ചിന്ത ആണ്. അതിൽ ശീതീകരിച്ച റൂം, AC ഒക്കെ ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുക. നമ്മളൊക്കെ ഒന്ന് ഖബറിങ്ങനെ കാണാൻ പോവണം. ഖബറ് കുഴിച്ചു വച്ചിട്ടുണ്ടോ എന്ന് എത്തിപ്പാളി നോക്കണം. 6 അടി താഴ്ചയിൽ ഒരു ഖബറ് കുഴിച്ചു വച്ചിട്ടുണ്ട്. അത് നമുക്കുള്ള വീടാണ്. ഒന്ന് മലന്ന് കിടക്കാൻ പോലും അതിൽ സ്ഥലമില്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് കമയുന്ന കിടക്കാൻ പോലും അതിൽ സ്ഥലമില്ല പ്രിയപ്പെട്ടവരെ. പള്ളിക്കാട് ഏക്കറക്കണക്കിനുണ്ടെങ്കിലും ഖബറ് വീതിയിൽ കുത്തലുണ്ടോ? ഇല്ല. ചെറിയ ഇടുങ്ങിയ ഖബറ. ഈ ഖബറിലാണ് നാനും നിങ്ങളും നാളെ പോയി കിടക്കേണ്ടത്. നമ്മുടെ വാപ്പ മരിച്ചു, നമ്മുടെ ഉമ്മ മരിച്ചു, എന്നിട്ട് പ്രിയപ്പെട്ടവരെ 3 ദിവസം 4 ദിവസം ആരും വരുന്നില്ല. പള്ളിയിൽ നിന്ന് ഒരു സഹകരണവുമില്ല, നാട്ടിൽ നിന്നൊരു സഹകരണവുമില്ല. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ, നിസ്കരിക്കാൻ, കുളിപ്പിക്കാൻ ആരും വരുന്നില്ല. പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് നമ്മളെ വാപ്പാനെ കൊടുത്തയക്കും. പാത്തുവെക്കോ? നമ്മള് ഒളിപ്പിച്ചു വെക്കോ? ആർക്കാ വാപ്പാനോട് ഇഷ്ടമില്ലാത്തത്? ആർക്കാ ഉമ്മാനോട് ഇഷ്ടമില്ലാത്തത്? എന്നിട്ട് മരിച്ചിട്ടാരും വരുന്നില്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറയും, പള്ളി സഹകരിക്കണില്ല, എന്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, ഖബറടക്കാനുള്ള സൗകര്യം ചെയ്തു തരണം എന്ന് പറയില്ലേ? ഈ വീട്ടുകാർ നമ്മളെ കൊണ്ടുപോകാനുള്ളത്. ആ വാപ്പ പോകുമ്പോഴാണ് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗത്തിൽ കൊണ്ടുപോകണം. നല്ല മനുഷ്യനല്ലെങ്കിൽ വിളിച്ചു പറയും, അഖിറുനി അഖിറുനി, പെട്ടെന്ന് കൊണ്ടുപോകല്ലേ, ഒന്ന് സാവകാശമാക്ക്. ഖബറിലേക്ക് വച്ചു. 3 പിടി മണ്ണ് വാരിയിട്ടു. ഒന്നും ചെല്ലല്ല അവിടെ കേട്ടോ, അവിടെ ഒന്നും ചെല്ലല്ല. 3 പിടി മണ്ണ് വാരിയിട്ടാ മതി. 3 പിടി മണ്ണ് വാരിയിട്ടു. എന്നിട്ട് ബാക്കി മണ്ണ് ഖബറിന്റെ മേലെയാക്കി. 1 ചാൺ ഉയരത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബ്ർ, 1 ചാണോളം. കണ്ട സഹാബികൾ എഴുതി വെച്ചതാ, റസൂലുള്ളാന്റെ ഖബർ 1 ചാണോളം ഉയർന്നിട്ടുണ്ട്. 1 ചാൺ, ചരക്കല്ലുകൾ പരന്നു കിടക്കുന്ന വിധത്തിൽ 1 ചാൺ ഉയരത്തിൽ മാത്രമാണ് മുത്തുനബിയുടെ ഖബർ ഉയർന്നിട്ടുള്ളത്. ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, റുഫിഅ ഖബറുഹു, മുത്തുനബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വം മിൻ ശിബ്ർ, 1 ചാണോളം. എന്നിട്ട് നമ്മൾ ആ ഖബറിന്റെ അടുത്തേക്ക് നിന്നു തസ്ബീത്ത് ചൊല്ലാണ്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. പടച്ചോനെ, വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലാ കാരുണ്യം കാണിക്കണേ പടച്ചോനെ എൻ്റെ ഉമ്മാനോട്.
ഖബർ വിശാലമാക്കി കൊടുക്കണേ അള്ളാന്റെ ഉപ്പാക്ക്. പടച്ചോനെ, ഈ കിടക്കുന്ന മയ്യത്തിന് റബ്ബേ നീ ഖബറിൽ ചോദ്യമുണ്ടാകുന്ന സമയത്ത് സ്ഥൈര്യവും ഉറപ്പും കൊടുക്കണേ അല്ലാ. ഇങ്ങനെ ചോദിക്കാൻ അള്ളാനോട്. കുറെ സമയം ചോദിച്ച് നമ്മൾ തിരിച്ചു പോരുമ്പോ നമ്മുടെ കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കുമാറ്, നമ്മുടെ കാലടി ശബ്ദം ഖബറിലേക്ക് കേൾക്കുമാറ്. അപ്പോഴേക്കും അവിടെ 2 മലക്കുകൾ എത്തി മയ്യത്തിന് എഴുന്നേൽപ്പിച്ചിരുത്തും. തുആദു റൂഹുഹു, റൂഹ് മടക്കി കൊടുക്കും. ചോദ്യം തുടങ്ങി, മർ റബ്ബുക്, ആരാ നിന്റെ റബ്ബ്? ഈ നാട്ടിലെ ഒരു ഹിന്ദുവിനോട് ചോദിച്ചു നോക്കി ആരാ റബ്ബ്, നോൻ പറയും അള്ളാഹ്. ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും പറയും. നിരീശ്വരവാദിയോട് ചോദിച്ചോക്ക്, ഉത്തരം പറയാൻ ഓനും അറിയും. പക്ഷെ ഖബറിൽ കിടക്കുന്ന ഒരാൾക്ക്, മുഅ്മിനായ ഒരാൾക്ക് മാത്രമേ ഉത്തരം പറയാൻ കിട്ടൂ. മർ റബ്ബുക്, ആരാ നിന്റെ റബ്ബ്? മാ ദീനുക്, എന്താ നിന്റെ ദീന്? ആരാ നിന്റെ ഇമാമ്? ഹദീസിൽ കാണാം, മർ റബ്ബുക് എന്ന് ചോദിക്കുമ്പോ നല്ല മനുഷ്യനല്ലെങ്കിൽ ആ ഉത്തരം പറയാൻ കിട്ടാതെ എങ്ങനെ കളിക്കും. അപ്പോ 2 ചെവികൾക്കിടയിൽ അതിശക്തമായ ഒരു അടിയടിക്കും. ആ അടിയോടുകൂടി അവൻ മണ്ണിലേക്ക് ചേരും, വീണ്ടും എഴുന്നേൽപ്പിച്ചിരുത്തും. 2 ചെവികൾക്കിടയിൽ അടിക്കും. വിശ്വാസല്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യമാണെന്ന് ഹദീസ് കൊണ്ട് ബോധ്യപ്പെട്ടാൽ പിന്നെ വസ്വാസ് പാടില്ല. അതാ വിശ്വാസിയുടെ സ്വഭാവം. കേട്ടു, വിശ്വസിച്ചു. അള്ളാന്റെ റസൂല പറഞ്ഞതെന്ന് ഉറപ്പായാൽ, സ്വഹിയാണെന്ന് ഉറപ്പായാൽ. ഹദീസിൽ വന്നതാട്ടോ. ലാ അദിരി, എനിക്കറിയില്ല. ഖബറിൽ നിന്ന് ശബ്ദമുയരും, ഹാ 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 ലാ അദിരി, എനിക്കറിയില്ല, എനിക്കറിയില്ല. വീണ്ടും കിട്ടുവണ്ടി. ഈ ശബ്ദം 2 കൂട്ടർ കേൾക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇല്ല സഖലൈനി, 2 ടീമിന് കേൾക്കാൻ പറ്റൂല. അതാരാ? ആരാ? ഒന്ന് മനുഷ്യൻ, ഒന്ന് ജിന്ന്. ഒരു കേൾക്കാൻ പറ്റൂല. മനുഷ്യനെങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ ബോധം കെട്ട് വീഴുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖബറിൽ ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, പടച്ചോനെ ഖബർ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഈ ഖബറിൽ നമ്മൾ കിടക്കണം. സ്വർഗത്തിലേക്കുള്ള ആളാണെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു കവാടം അങ്ങോട്ട് തുറക്കും. നരകത്തിലേക്കുള്ള ആളാണെങ്കിൽ നരകത്തിൽ നിന്നൊരു കവാടം അങ്ങോട്ട് തുറക്കും. എന്നിട്ട് പറയും, ഹാദാ മഖഅദുക്, ഇത് നിനക്കുള്ള സ്ഥലമാണ് എന്ന് കാണിച്ചു കൊടുക്കും. കണ്ടോ? ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നമ്മളോട് പറഞ്ഞു തന്നതാ. ഈ വീട് നമുക്കൊക്കെ ഉറപ്പാണ്. ഫ്ലൈറ്റ് അപകടം, ബോഡി കിട്ടിയിട്ടില്ല, കരിഞ്ഞുപോയി, എന്നാലും ബർസഖ് ഉണ്ട്. ട്രെയിൻ അപകടം, ബോഡി കിട്ടിയിട്ടില്ല, ആ വലിയൊരു കൊക്കയിലേക്ക് അല്ലെങ്കിൽ വലിയ നദിയിലേക്ക് മറിഞ്ഞു വീണു, ശരി, ബോഡി കിട്ടിയിട്ടില്ല, എന്നാലും ബർസഖ് ഉണ്ട്. അതാണ് ഈ ബർസഖ് എന്ന് പറഞ്ഞാൽ മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള സമയത്തിനാണ് അള്ളാഹു ഖുർആനിൽ ബർസഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള സമയം. എല്ലാവർക്കും ഈ ബർസഖ് ഉണ്ട്. ഇത് അനുഭവിച്ചു പോകണം നമ്മളൊക്കെ മുന്നോട്ട്. ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കാര, ഞാൻ വേഗത്തിൽ പറയാം, ഖബറൊക്കെ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടതാ. ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാന്റെ കോടതിയിൽ നമ്മളെല്ലാരും ദീനിനെ ഇഷ്ടപ്പെട്ടവരും ദീനിനെ കളിയാക്കിയവരും ദീനീ പ്രവർത്തനത്തെ ഇഷ്ടപ്പെട്ടവരും ദീനീ പ്രവർത്തനത്തെ പരിഹസിച്ചവരും ദൈവമില്ലെന്ന് പറഞ്ഞവരും ദൈവത്തെ ഏറെ ഇഷ്ടപ്പെട്ട അല്ലാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട് ജീവിതം സമർപ്പിച്ചവരും കട്ടവരും ചതിച്ചവരും വഞ്ചിച്ചവരും കൊള്ളയടിച്ചവരും എല്ലാ മനുഷ്യരും അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്, ഒരു നൂല് പോലും ശരീരത്തിൽ അണിയാതെ. ആയിഷ ബീവി ചോദിച്ചു നബിയോട്, നബിയേ, ആളുകൾ പരസ്പരം ഔറത്തിലേക്ക് നോക്കൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കെന്തു മനസ്സിലായി ആയിഷ?
അള്ളാന്റെ കോടതിയെക്കുറിച്ച് അന്നത്തെ ദിവസം അശദ്ധാണ്, അതികഠിനമാണ്. ഒരാൾക്കും ഒരാളെ കുറിച്ച് നോക്കാനോ ചിന്തിക്കാനോ സമയമില്ല. എല്ലാവരും നഫ്സി 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 നഫ്സി, എനിക്കെന്റെ കാര്യമെന്ന് വിളിച്ചു പറയുന്ന സമയമാണ്. ഒരു മനുഷ്യനും ഒരൊറ്റ നൂല് പോലും അണിയാതെ, ചേലാക്രമം നടത്താത്തവരായി, ചെരുപ്പണിയാത്തവരായി കേട്ടോ, പൂർണ്ണ ശുദ്ധ പ്രകൃതിയിൽ വന്നു നിൽക്കും. ആരും ആരി നോക്കൂല, എല്ലാവർക്കും സ്വന്തം കാര്യം. ചില ആളുകൾ നെരിയാണി വരെ വിയർപ്പിൽ, ചില ആളുകൾ മുട്ടുകാല് വരെ വിയർപ്പിൽ, ചില ആളുകൾ അരവരെ വിയർപ്പിൽ, നെഞ്ചുവരെ വിയർപ്പിൽ, കഴുത്തുവരെ വിയർപ്പിൽ. ചില ആളുകളുടെ ബാലൻസ് തെറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നീങ്ങും. ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവാചകന്മാരോട് പറയും, ചെന്നിട്ട് ഒന്ന് അള്ളാഹുവിനോട് വിചാരണ തുടങ്ങാൻ പറയണം. ഈ കടുത്ത ഈ കോടതിയിൽ നിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് വിചാരണ തുടങ്ങണം. സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം. ഇതന്നെ സഹിക്കാൻ പറ്റണില്ല, പറഞ്ഞു പോവുകയാണ്. നബിമാർ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. മുസാ നബി പറയും, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, അതിന്റെ വെപ്രാളത്തിലും പേടിയിലാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് കഴിയില്ല. അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറയും. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അള്ളാഹ് പറയും, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർഫ റഅസക്, തല ഉയർത്ത്, ചോദിക്ക്. അപ്പോഴാണ് കുബ്രയായ ശഫാഅത്ത് നടത്തുക. ആര്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ശുപാർശ അതാ പരലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ശുപാർശ, മൊത്തം മനുഷ്യർക്ക് വേണ്ടിയുള്ള ശുപാർശ. എന്താ? വിചാരണ തുടങ്ങാൻ. ഇത് അള്ളാഹ്ക്ക് തുടങ്ങിക്കൂടെ? അള്ളാഹ് മുഹമ്മദ് നബിയെ അംഗീകരിക്കുകയാണ് ജനകോടികളുടെ മുമ്പിൽ വെച്ച്. ഇപ്പോഴേ പറഞ്ഞു വെച്ചതാണ്, അങ്ങനെ നടക്കുന്നു, അല്ലാതെ അപ്പ പെട്ടെന്ന് പറയുന്നതല്ല. ജനകോടികൾ, നിഷേധിച്ച ക്രൈസ്തവർ, ലോകത്തിലെ മെജോറിറ്റിയുള്ള ഇന്ന് ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ, യേശു ക്രിസ്തുവരെ വിശ്വസിച്ചു പോന്നവർ, അബ്രഹാം പ്രവാചകനെ വിശ്വസിച്ചവർ, സോളമൻ പ്രവാചകനെ വിശ്വസിച്ചവർ, ദാവീദ് പ്രവാചകനെ വിശ്വസിച്ചവർ, മുഹമ്മദ് നബിയെ തള്ളിപ്പറഞ്ഞവർ, ജനകോടികളുടെ മുമ്പിൽ വെച്ച് അല്ലാഹ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രത്യേക പരിഗണന നൽകുന്നു. ഓരോരുത്തരുടെയും ഗ്രന്ഥങ്ങൾ കയ്യിൽ കൊടുക്കാൻ തുടങ്ങുക. ചില ആളുകൾ ഇങ്ങനെ വാങ്ങുക, ബാക്കിലൂടെ, ഇടത്തെ കൈ. ചില ആളുകൾ ചിരിച്ച് സന്തോഷിച്ച് മുന്നിലൂടെ വാങ്ങും. ഗ്രന്ഥം മറിച്ചു നോക്കുമ്പോ ചെറിയ കളവ് പോലും അള്ളാഹ് പുറത്തു തരാത്ത എല്ലാം അതിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു അത് ഡിലീറ്റ് ചെയ്യും. എന്നാൽ നന്മയില്ലാതെ തെറ്റുകളുടെ കൂമ്പാരം ചെയ്തവർ എല്ലാം അതിൽ രേഖപ്പെട്ട് കിടക്കും. അല്ലേ? വയംനഉനൽ മാഊൻ, എന്താ അതിന്റെ അർത്ഥം? ചെറിയ സൂറത്തല്ലേ? എന്താ അതിന്റെ അർത്ഥം? വയംനഉനൽ മാഊൻ, പരോപകാരം തടഞ്ഞവർ. എന്താ പരോപകാരം? മൈമൂന ആയിഷനോട് ചോദിച്ചു, എന്റെ കത്തി ഒന്ന് തരുമോ എന്ന്. അപ്പൊ കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് മൈമൂന വീണ്ടും ചോദിച്ചു, കോടാലി ഒന്ന് തരുമോ? അതും കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂചി തരുമോ? അപ്പൊ കുശുമ്പളകി. കത്തിയും കൊടുക്കണം, കോടാലിയും കൊടുക്കണം, സൂചിക്ക് ആ കൈമ്പേസുള്ളൂ, കൊടുക്കൂല ഞാൻ. അത് കലണ്ടറിൽ കുത്തിവെച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു, തരുമോന്ന്? ഇല്ല, കാണാല്ല. കലണ്ടറിൽ ആ സൂചി നമ്മളെ നോക്കി ചിരിക്കണുണ്ട്, പക്ഷേ കാണാല്ല, നുണ പറഞ്ഞു. ഇതിങ്ങനെ ഗ്രന്ഥത്തിൽ കാണുകയാണ്. അപ്പൊ മനുഷ്യൻ പറയും, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സ്വഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ചെറുതും പോയിട്ടില്ല, വലുതും പോയിട്ടില്ല. എന്തൊരു ഗ്രന്ഥമാണ്! മനുഷ്യൻ ആശ്ചര്യഭരിതനായി പോകും. നല്ല മനുഷ്യന്മാർ ഈ ഗ്രന്ഥം കിട്ടിയ ഉടനെ എങ്ങനെ മറിക്കും? അതിങ്ങനെ മറിച്ച് മറിച്ച് എല്ലാവരോടും പറയും, നോക്ക് നോക്ക്, ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനൊരു വിചാരണയുണ്ട് എന്ന്. സന്തോഷം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കും. ഇതൊക്കെ ഖുർആനിലുള്ളതാ, അല്ലേ? ഇതൊക്കെ ഖുർആനിലുള്ളതാ. അതുകൊണ്ട് പരോപകാരം തടയണ്ട, ചെയ്ത ഉപകാരത്തെ എടുത്തു പറയണ്ട. അള്ളാഹ് 3 ടീമിലേക്ക് നാളെ നോക്കൂലായിരുന്നു. ശരിക്കും കേട്ടോളിട്ടോ, നമ്മളൊക്കെ ബാധിക്കുന്ന പ്രശ്ന. സ്ത്രീകളെ ശരിക്കും ശ്രദ്ധിച്ചോളി. മുളക് പൊടി കൊടുത്തതും മല്ലിപ്പൊടി കൊടുത്തതൊക്കെ വിളിച്ചു വരുന്ന ആൾക്കാരുണ്ട്. വെറുതെ പറയുന്നല്ല, തെറ്റിയ സ്വഭാവം മാറും. അതുവരെ ഉഷാറായിരിക്കും. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു പറയും. തെറ്റിയൊക്കെ എല്ലാം വിളിച്ചു പറയും. ഉപ്പ് വരെ തന്നിട്ടില്ലേടി എനിക്ക് ഇവിടുന്ന്, നന്ദിയില്ല. ആ നന്ദിക്കല്ല ഉപ്പ് കൊടുത്തത്, മനസ്സിലായില്ലേ? ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്. പറഞ്ഞിട്ടില്ലേ അള്ളാന്റെ ഖുർആൻ?
ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഒരു നന്ദി വാക്ക് പോലും, ശുക്രൻ എന്നൊരു വാക്ക് പോലും പ്രതീക്ഷിക്കാൻ പാടില്ല. ഒന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നമുക്ക് എതിരാവും. നമ്മൾ വീടുണ്ടാക്കി കൊടുത്ത ആള് ആയിക്കോട്ടെ, നമുക്ക് കൂലിട്ടും. സക്കാത്ത് എല്ലാ കൊല്ലം ഒരു പാവപ്പെട്ടവന് കൊടുത്തു. എന്നിട്ട് ആ മുതലാളി വിളിക്കുവാനെ, ഇവിടെ വാ, ഒന്ന് വളാഞ്ചേരി വരെ പോകണം. ഓൻ അന്ന് ഒഴിവില്ലെങ്കിലും പോകും. കാരണം ഇയാൾ എല്ലാ കൊല്ലം സക്കാത്ത് തരുന്നല്ലേ. ചൂഷണം ചെയ്യരുത് എന്നറിഞ്ഞേ. ചൂഷണം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ചൂഷണം ചെയ്യാൻ പാടില്ല. അപ്പൊ മൂന്നാളുകളെ നാളെ പരലോകത്ത് അല്ലാഹ് പരിഗണിക്കൂല, നോക്കുകയില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹ് അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല. ഒന്ന് അൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവൻ. ശരിക്ക് കേട്ടോളിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന ആള്. അത് നിങ്ങൾ ഉപ്പ് കൊടുത്തതാകട്ടെ, മുളക് കൊടുത്തതാകട്ടെ, പർദ്ദ വാങ്ങി കൊടുത്തതാകട്ടെ, ഡ്രസ്സ് വാങ്ങി കൊടുത്തതാകട്ടെ, വീടിന് സഹായിച്ചതാകട്ടെ, എന്ത് നന്മ നിങ്ങൾ ചെയ്തോ എടുത്തു പറഞ്ഞാൽ അൽ മന്നാൻ, അല്ലാഹ് പരിഗണിക്കാത്ത ടീമ. ഒരാൾ മരിച്ചു, അവിടെ മയ്യത്തിന്റെ തുണി വേണം, വേഗം വാങ്ങിക്കൊടുത്തോളി. മയ്യത്തിന്റെ സ്വത്തുനിന്നാണ് വാങ്ങേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാം. അതൊരാൾ വാങ്ങിക്കൊടുത്തിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്, ഞാൻ മയ്യത്തിന്റെ തുണി വാങ്ങി, എവിടെ വെക്കണ്ടേ? എവിടെയും വെച്ചാൽ മതി, ഇത് കാണാൻ വേണ്ടിയിട്ടാ. അപ്പൊ നാലാൾക്കാർ കേട്ടിട്ടില്ല. അപ്പൊ ഓലോട് വീട്ടുകാരാ, ഞാൻ മയ്യത്തിന്റെ തുണിയോട് നീ എവിടെ വെക്കണ്ടാവോ? എവിടെങ്കിലും വെച്ചങ്ങായി. എവിടെ വെച്ചാൽ ഇപ്പൊ എന്താ ഇത് വമ്പ് പറയാനാണ്. ഞാനാ വാങ്ങിയത് അറിഞ്ഞിട്ടില്ല, അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. ഒരു നന്മ ചെയ്താൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. ചെറിയൊരു കിറ്റ് കൊടുക്കും, എന്നിട്ട് ഫേസ്ബുക്കിൽ 4 പേജിന്റെ പരസ്യ. എന്താ മനുഷ്യന്മാരെ ഇന്നത്തെ അവസ്ഥ? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക. സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിച്ചോളി, അപകടമാണ്. 2 അൽ മുസ്ബിൽ, നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടവൻ. ഞങ്ങളൊരു പള്ളിയിൽ അസംസ്കരിക്കാൻ കയറി. ഇമാമ് നിൽക്കുന്ന ആള് തുണി നിലത്ത് മുസല്ലയിൽ തട്ടുന്നുണ്ട്. കുറച്ചൊന്നല്ല, ശരിക്കും പാവട നിലത്തിട്ടൂലേ അതുപോലെ. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, തുണി ഒന്ന് കയറ്റി പിടിക്കും, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റാണ്. മൂപ്പര മറുപടി, അപ്പൊ പള്ളിന്റെ പ്രസിഡന്റിന് നെര്യാണിക്ക് മേൽ വേണ്ടേ? ഇയാൾ ഏത് ലോകത്ത് ജീവിക്കണ മനുഷ്യനാവോ? ഇയാളെ മറുപടിയാണ്. ചില ആളുകൾ പറയാം, അത് കരുതി കൂട്ടിയായതൊന്നല്ല, പോയതാണ്. എങ്ങനെയാ പോണത്? ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. പാൻറ്റൊക്കെ 20 വയസ്സ് വരെ ഒരു മനുഷ്യൻ നീളം വെക്കുള്ളൂ. പിന്നെ തടിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, തടി കൂടും കുറയും. പിന്നെ ഐറ്റൊന്നും വെക്കൂല. ഇപ്പൊ പിന്നെ 25 വയസ്സുള്ള പാൻറ് അടിച്ചപ്പോ 4 മടക്കെന്തിനാ? പെട്ടെന്ന് വലുതായാൽ താഴ്ത്തിടാനാ ആണോ? പെട്ടെന്ന് വലുതായാൽ താഴ്ത്തിടാനാണോ? എന്തിനാ ഈ മടക്കി വെച്ച്? പള്ളി കയറുമ്പോ 4 മടക്ക്, പുറത്ത് കറങ്ങിയ മടക്കയച്ചു. ഉത്തരം നിങ്ങൾ പറയും മനസ്സുകൊണ്ട്. പരലോകത്തല്ല പരിഗണിക്കൂല എന്ന് പറഞ്ഞേ. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് ദുർന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. അല്ല പറഞ്ഞതാണ്, പുരുഷന്മാർ നെരിയാണിക്ക് മേലെ, കുറെ മേലെ ഉയർത്തണമെന്നൊന്നുമില്ല, മാക്സിമം നെരിയാണി വരെ. അതിന്റെ താഴെ പോകാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. അത് അല്ല വെച്ച നിയമമാണ്, നമ്മളാരും വെച്ച നിയമല്ല. ഈ പള്ളി കമ്മിറ്റി എടുത്ത തീരുമാനമല്ലത്, ഈ മഹലിന്റെ തീരുമാനമല്ലത്, അള്ളാന്റെ തീരുമാനമാണ്. ആ തീരുമാനം അംഗീകരിക്കണം ഒരു മുസ്ലിം. നെരിയാണിക്കതായ വസ്ത്രം പോകാൻ പാടില്ല. നിസ്കരിക്കുന്ന ആളുകൾ വരെ നെരിയാണിന്റെ താഴെയാണ്. പറഞ്ഞാ പറയും അതൊന്നും വലിയ പ്രശ്നമല്ല. ആരാ തീരുമാനിച്ച? മൂപ്പരാണ് തീരുമാനിക്കുകയാണ് പ്രശ്നമില്ലാന്ന്. അള്ള പ്രശ്നമുണ്ട് പറഞ്ഞ, റസൂല് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ, പരലോകത്ത് നോക്കൂല എന്ന് പറഞ്ഞതാ. നമ്മൾ പ്രശ്നമല്ല അറിയാം. ഇപ്പൊ പെൺകുട്ടികളൊക്കെ നെരിയാണിക്ക് മേലെ പാൻറ്. എന്തൊരു അത്ഭുതം അത്! ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങള്? എന്നിട്ട് ഒരു ചരടും കാലുമേല്. ഒരു സിനിമാ നടി കുറച്ച് പാൻറ് ഉയർത്തിയെടുത്തു. നെരിയാണിക്ക് തൊട്ട് മേലെന്നല്ല, നേരെ മുട്ടിന്റെയും നെരിയാനിന്റെ ഇടയിൽ നല്ല ചെറിയ പാൻറ്. എന്നിട്ട് ടോപ്പ് അതിന്റെ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കും, കാല് കുറച്ച് കാണണം, കാലിലൊരു ചരടും. എന്നിട്ട് ഇങ്ങനെ നെളിഞ്ഞ് നടക്കുക, ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട്, ഒരു വടി പോലത്തെ ഹീല് ഇങ്ങനെ നെളിഞ്ഞ് നെളിഞ്ഞ്. കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കും ചില സ്ത്രീകൾ. വസ്ത്രമണിഞ്ഞിട്ടും അണിയാത്തവരെ പോലെ ചില സ്ത്രീകൾ വരും. ഞാനല്ല പറയണ, ഷിയാബടക്കര പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രമണിഞ്ഞിട്ടും അണിയാത്തവരെ പോലെ
ഡ്രസ് ഇട്ടിട്ടുണ്ട്, എന്നാ വടി ചുറ്റി പിടിച്ച പോലെ, വടിയിൽ ചുറ്റിയ പോലെ, ടൈറ്റുള്ള വസ്ത്രം ഇട്ടിട്ട് ഇടാത്ത പോലെ, നടത്തത്തിൽ ഇങ്ങനെ ചെരിവും ചായ്വും. പടച്ചോൻ ജന്മനാ ഒരു ഹാൻഡിക്യാപ്ഡായ അങ്ങനെ ജനിപ്പിച്ചൊന്നുമല്ല, പിന്നെ ആക്കാണ് ചെരുപ്പൊക്കെ ഇട്ടിട്ട്. ഒരു 6 മാസം കഴിയുമ്പോൾ ഊരവേദന ഉണ്ടാവും. അത് പറഞ്ഞു കൊടുത്ത് നോക്കി നിങ്ങള്. എന്നാലും 6 മാസം നെളിഞ്ഞടക്കാലോ, പിന്നല്ലേ ഊരവേദന അപ്പ കടക്ക. ഈ തോന്നിയാസൊക്കെയാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്തു കൂട്ടുന്നത്. ഇതൊന്നും തമാശയായിട്ട് ആരും കരുതണ്ട. സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 2 പറഞ്ഞു. ഒന്ന് അൽ മന്നാൻ, രണ്ടാമത്തേതാണ് അൽ മുസ്ബിൽ, ചെയ്ത ഉപകാരം എടുത്തു പറയുക, വസ്ത്രം നെരിയാണിക്ക് താഴെ കൊണ്ടുവരിക. 3 അദ്ദയ്യൂസ്, ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ആളാവുക. എന്ന് പറഞ്ഞാൽ ഭാര്യ ദീനീപരമായിട്ട് അത്ര ഒരു നിലവാരം പുലർത്തുന്ന ആളൊന്നുമല്ല. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടും ശ്രദ്ധല്ല, ഡ്രസ്സിലും വേഷത്തിലും ഒന്നും ശ്രദ്ധല്ല. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് മൂപ്പരിങ്ങനെ ഒരു പാവായിട്ട്, ഇവർക്ക് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഇങ്ങനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? ഓളെ തൊലാക്കല്ലിട്ട് വേറെ പോവുക, വേറെ മാർഗമല്ല. അല്ലാതെ നമ്മൾ ഫാത്തിമി ഓള് മുഹമ്മദ് നിന്നിട്ട് കാര്യമല്ല. നമ്മൾ ഫാത്തിമി ഓള് മുഹമ്മദും അങ്ങനെ കാര്യമല്ല. നമ്മൾ മുഹമ്മദ്. അർരിജാലു ഖവ്വാമുന അലൻ നിസാ, മേൽനോട്ടം പുരുഷനാണ്.